ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണാകെ പേടിച്ച് പറിച്ച് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയായിരുന്നു. കാരണം സരയു അങ്ങനെ കണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മുടെ കിരണം മനസ്സിലായി. അങ്ങനെ കിരണും കുഞ്ഞും കൂടി നേരെ CI സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സാറേ, എന്തായി സാറേ, ഞങ്ങളിവിടെ ഉണ്ടെന്ന് സരയുവിന് മനസ്സിലായോ? സരയുവിനോട് ആരെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴേക്കേ ഇല്ലടോ, പേടിക്കണ്ട, സരയു പോയി. ആ സർക്കിളാണെങ്കിൽ അങ്ങനെ പറയുന്നില്ല. സരയു എന്താണ് ഏതാണെന്നൊക്കെ ശരിക്കും നന്നായിട്ട് തന്നെ അറിയാലോ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറയുകയാണ്. സാറേ, മനോഹർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവനും ചോദിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളും ചെയ്തു കൊടുക്കണ്ടേ സാറേ? അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷേ സരയുവിനാണെങ്കിൽ അവനോട് ക്ഷമിക്കാനോ പൊറുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് സരയുവിനെ കാണാതെയാണ് ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് വന്നത് എന്നൊക്കെ പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മേഡം അതൊന്നും കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ ചെയ്തത്. പക്ഷേ ആ മനോഹറിൻ്റെ ബാക്ക്ഗ്രൗണ്ടേ അത് വല്ലാതെ നമ്മൾ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എത്ര പെണ്ണുങ്ങളുടെ മനസ്സാണ് അവൻ മാറ്റിയിട്ട് ഓരോരോ ചതിക്കുഴികളിലും വീഴ്ത്തിയത്. അവൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണ് സാറേ. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു സാറേ. അവൻ ജനിച്ച നാളെ മുതൽ അവൻ ആ അച്ഛനെയോ അമ്മയോ ഒന്നും കണ്ടിട്ടില്ല. അനാഥയായിട്ടാണ് അവൻ വളർന്നത്. അവനെ ശാസിക്കാനോ ശിക്ഷിക്കാനോ ആരും ഉണ്ടായിട്ടില്ല. അവൻ നല്ലത് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ആരും ഉണ്ടായിട്ടില്ല സാറേ. അതുകൊണ്ടാണ് അവൻ ഇങ്ങനൊരു ലെവലിലേക്ക് പോയത് സാറേ. അവനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു എന്നൊക്കെ നമ്മുടെ കിരൺ പറയാണ്. എന്തായാലും താൻ കുഞ്ഞിനെ കാണിച്ചല്ലോ. അവൻ്റെ സ്വഭാവമൊക്കെ ഇപ്പം മാറി മാറി വരികയാണല്ലോ. അതേ സാറേ, അവൻ്റെ സ്വഭാവം ശരിക്കും മാറി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അവനോട് ഇത്രയേറെ താല്പര്യം എന്നിങ്ങനെ കിരൺ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് CI സാർക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ശരി കിരണേ, എങ്കിൽ പിന്നെ കൊച്ചിനെ കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി, ഞാനൊന്നും കൂടി മനോഹറിനെ കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, മനോഹരൻ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരനെ ഈ കിരൺ അങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പോഴേക്കും ആ സർക്കിള് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ CI സാറ് പറയാണ്, അതെ, ഈ കിരൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പാവം ഉണ്ടോ, ശരിക്കും അയാളോട് ശരിക്കും അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടാനായിട്ട് തോന്നും. നേരത്തേക്ക് അയാളോട് കുറച്ച് ദേഷ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സാഹചര്യം കാരണമാണ്. ഞങ്ങൾ സാറിനോട് അപ്പോഴേ പറഞ്ഞല്ലേ ഈ കിരൺ എന്ന് പറഞ്ഞ വ്യക്തിയെ വെറുതെ വിട്ടേക്ക്, അയാളൊരു പഞ്ചപാവണമെന്നൊക്കെ. പക്ഷേ സാറല്ലേ കേൾക്കാതിരുന്നത്. എടോ, അത് ശരിയാണ്, താൻ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴത്തെ മാനസികാവസ്ഥൻ്റെ അതല്ലായിരുന്നു. ഞാൻ ഈ കേസിൻ്റെ പിന്നാലെ ആയിരുന്നല്ലോ. അപ്പോൾ കിരൺ ഇതിൽ നിന്ന് ഞങ്ങളെ മുക്കിക്കാനാണ് നോക്കുന്നതെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കിരണിനെ വിടാതെ തന്നെ പിന്തുടർന്നത് എന്ന രീതിയിൽ തന്നെ പറയാം. ഏതായാലും സാറിന് കാര്യങ്ങളെല്ലാം ബോധ്യമായാലോ. അത് തന്നെ മഹാഭാഗ്യം എന്ന് പറയാം. അങ്ങനെ വീണ്ടും കിരണും കൊച്ചും കൂടി മനോഹറിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. മനോഹർ അവിടെ നിന്ന് ചാടി അടിക്കുകയാണ്. സാറേ, എന്തായി സാറേ, സരയു എങ്ങാനും സാറെ കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ ഇല്ലടാ, ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട, സരയു എന്നെ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങൾ അപ്പം തന്നെ മാറി ഒളിച്ചല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് സംശയം തോന്നില്ല. അല്ല, അവള് കണ്ടിട്ട് നിന്നോട് എന്തൊക്കെയാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും പഴയതുപോലെ തന്നെ സാറേ, കൊലവിളിയൊക്കെ നടത്തിയിട്ട് അവൾ ഇവിടെ നിന്ന് പോയത്. അവൾ എന്തൊക്കെ കൊലവിളി നടത്തിയാലും എനിക്കൊരു കുഴപ്പമില്ല സാറേ. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ കൊന്നോട്ടൊന്നേ, അതിനൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിനെ വിട്ടു പോകുന്ന ആ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോകുന്നു സാറേ. പിന്നെ സരയനായിട്ടുള്ളൊരു കുടുംബജീവിതമൊന്നും ഞാൻ ആഗ്രഹിച്ചിടുന്നില്ല. അവളെന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഞാൻ അവളോട് അതേപോലെ തന്നെയാണല്ലോ ദ്രോഹങ്ങൾ ചെയ്തത്. അവളെന്നെ ഒരുപാട് സ്നേഹിച്ച കാലം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ അവളെ വഞ്ചിക്കുകയായിരുന്നു. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരയുവിൻ്റെ മനസ്സ് മാറി. അവളെയും കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല എൻ്റെ പൊന്നു സാറേ എന്നൊക്കെ ഇനി പറയണേ. ഇതെല്ലാം ശരിയാവോടാ, ഏതായാലും നിൻ്റെ മോളെ നിനക്ക് കാണാനായിട്ട് പറ്റിയല്ലോ. ഇനി എങ്ങനെ കൊണ്ടുവരും, ഏതൊക്കെ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല സാറേ. എന്നെ ജയിലിലേക്ക് മാറ്റും. ഇനി എൻ്റെ മോളെ കാണാനായിട്ട് എനിക്ക് സാധിക്കില്ലല്ലോ സാറേ എന്നൊക്കെ പറയാണ്. ഏതായാലും നീ സൂക്ഷിക്കണം. മറ്റവൾ പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ. ഇനി അവൾ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അവളെക്കുറിച്ച് ഓർത്തൊന്നും എനിക്കൊരു പേടിയില്ല. ഞാൻ ജയിലാണ്, ഞാൻ സേഫുമാണ്. പക്ഷേ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടി. നിങ്ങളില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അനാഥയാവും. എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് പിന്നെ ആരും ഉണ്ടാവില്ല. അവൾക്ക് നല്ലൊരു ഇത് കൊടുക്കാനായിട്ടും സാധിക്കില്ല എന്നൊക്കെ പറയാം. മനോഹരേ, നീ ടെൻഷൻ ആവാതെ നിൻ്റെ കൊച്ചിൻ്റെ കാര്യം ഉറപ്പായിട്ട് ഞങ്ങൾ നോക്കും. കാരണം വലിയൊരു ഉപകാരമാണ് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അതൊന്നും മറക്കാനായിട്ട് എനിക്കോ കല്യാണിക്കോ കാർത്തികയ്ക്കോ ഒന്നും പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് യാത്രയും ചോദിച്ചു. അപ്പോൾ കുഞ്ഞിനോട് ടാറ്റ കൊടുക്കാനൊക്കെ പറയുകയാണ്. കുഞ്ഞിനും ടാറ്റ കൊടുക്കുകയാണ്. ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ കിരണാണെങ്കിൽ നേരെ കാർത്തികയുടെ അടുത്തും ലക്ഷ്മിയുടെ അടുത്തൊക്കെ കയറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മനോഹര ഞാൻ പോയി കണ്ടായിരുന്നു. അവനോട് മനസ്സോളം സംസാരിക്കുകയും ചെയ്ത് കൊച്ചിനെ കാണിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ അപ്പോഴാണ് സരയും അങ്ങോട്ട് കയറി വരുന്നത്. അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനാകെ വിറച്ചു പോയി. കാരണം കണ്ടു കഴിഞ്ഞാൽ അവൾ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ മറിഞ്ഞു നിന്ന്
അവിടെ ചെന്ന് മനോഹറിന് നേരെ കൊലവിളിക്ക് നടത്തുകയാണ് ചെയ്തത് എന്നൊക്കെയാ മനോഹർ എന്നോട് പറഞ്ഞത്. പക്ഷേ അവളെന്താ മാറാൻ തയ്യാറാവാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മാറിയില്ല. അപ്പോഴേക്കും നമ്മുടെ കല്യാണി പറയാണ്, അവൾ മാറിയാലും ഇല്ലെങ്കിലും ഇനി മനോഹറിനെതിരെ നമ്മൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അവന് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുഞ്ഞിനെ കാണിക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ അവളെ പേടിച്ചിട്ട് ഇനി മാറി നിന്നിട്ടൊന്നൊരു കാര്യമില്ല കിരണേട്ടാ. കല്യാണി, നീ ആ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. ഇനിയിപ്പോൾ മറിഞ്ഞിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അവന് വേണ്ടി എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യണമെന്നും പറയാം. അവനൊരു 10-20 വർഷം കഴിഞ്ഞിട്ടേ മടങ്ങി വരുള്ളൂ. അപ്പോഴത്തേക്കും അവന് വാർദ്ധക്യം ബാധിച്ചിട്ടും ഉണ്ടാകും. അപ്പോഴേക്കും കല്യാണി പറയാണ്, ഇനിയിപ്പോൾ സരയുവിൻ്റെ മനസ്സ് മാറ്റിയെടുത്തിട്ട് നമുക്ക് അവർ രണ്ടുപേരെ ഒന്നിപ്പിക്കാനായിട്ട് നോക്കിയാലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നല്ല കാര്യമായി. സരവിനോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നാൽ മതി. അവളാണെങ്കിലേ നമ്മളെ പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അവള് വല്ലാത്തൊരു സ്വഭാവക്കാരിയാണ്. അപ്പോഴേക്കും കാർത്തികൻ പറയണ, കല്യാണി പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം അവർ രണ്ടുപേരും ഇങ്ങനെ വേറെ പിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനോഹറിന്റെ സ്വഭാവം ശരിക്കും മാറിയിട്ടുണ്ട്. ഇനി മാറേണ്ടത് സരയുമാണ്. സരയു അവനെ മനസ്സിലാക്കണം. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിക്കണം. ഇനി 10-20 വർഷം കഴിഞ്ഞിട്ടും ജയിലിൽ ഇറങ്ങുമെന്നുള്ളെങ്കിലും ആ വാർദ്ധക്യ സമയത്ത് ആണെങ്കിൽ പോലും അവന് കുറച്ച് മനസ്സമാധാനം കിട്ടിക്കോട്ടെ, അവൻ നല്ലൊരു കുടുംബജീവിതം കിട്ടിക്കോട്ടെ എന്നാണ് നമ്മളിനി ആഗ്രഹിക്കേണ്ടത്. അത്രയ്ക്കല്ലേ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കിരണേ. അതിൽ കൂടുതലൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ എന്നൊക്കെ സംസാരിച്ചപ്പോഴേക്കും അത് തന്നെ ശരിയാണ്. അപ്പം ലക്ഷ്മിയും പറയുകയാണ്, അതേ കിരണേ, ഇനി അതിനുള്ള പരിപാടികളെല്ലാം ചെയ്യാൻ നോക്ക്. സരയുവിൻ്റെ മനസ്സ് എങ്ങനെയും മാറ്റാനായിട്ട് നോക്ക്. അത് മാത്രമേ നമുക്കിനി നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയു ഭയങ്കര ധൃതിയിൽ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴേക്കും അവിടെ നമ്മുടെ ശാരി ഉണ്ടായിരുന്നു. അപ്പോൾ ശാരിയെ കഴിഞ്ഞപ്പോഴേക്കും, അതെ കിരൺ എപ്പോഴാണ് കുഞ്ഞിനെ കൊണ്ട് പോയത് എന്ന് ചോദിക്കുകയാണ്. കുറച്ച് മുമ്പാണ് കൊണ്ടുപോയത്. പിന്നെ നല്ല സന്തോഷത്തോടെയാണ് മടങ്ങി വന്നത്. കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവൾ ലോക്കപ്പിലായിരുന്നല്ലോ, അവനെ ലോക്കപ്പിലായിട്ട് കുഞ്ഞിനെ കാണാനായിട്ട് കൊണ്ടുപോയതാണെന്ന്. കിരൺ അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ. ഞാൻ ലോക്കപ്പിൽ പോയിട്ടാണ് വരുന്നത്. മനോഹരെ കണ്ടു, പക്ഷേ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി കിരണ് കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല എന്ന്. എന്നാലും എനിക്കൊരു സംശയം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത് കേട്ടും കൊണ്ട് വരികയായിരുന്നു നമ്മുടെ CS-ഉം അതേപോലെ തന്നെ രൂപയും. അപ്പോൾ രൂപ പറയണേ, നീ എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? അവൻ എന്തിനാണ് കുഞ്ഞിനെയും കൊണ്ട് മനോഹറിനെ കാണാനായിട്ട് പോകുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ കിരണും കല്യാണിയും ഒക്കെ പറഞ്ഞതല്ലേ മനോഹറിനെ കാണിക്കാനായിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോയില്ല എന്ന്. ആ ഒരു വാക്ക് നിനക്ക് തന്നെയല്ലേ. പിന്നെ നീ എന്തിനിങ്ങനെ സംശയത്തോടു കൂടി തന്നെ ചോദിക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല ആൻറ്റി. കാരണം മനോഹർ ഇപ്പോൾ ഗംഗാപ്രസാദിനെ കൊന്നിരിക്കുകയാണ്. അതിൻ്റെ സ്നേഹവും കടപ്പാടൊക്കെ അവനോട് ഇവർക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒരു ഇത് തീർക്കാൻ വേണ്ടി എൻ്റെ മോളെയും കൊണ്ട് അവൻ്റെ മുന്നിലേക്ക് പോകുമെന്നായിരുന്നു എൻ്റെ സംശയം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട്. എന്നിട്ട് എന്തായി? എനിക്ക് അവിടെ പോലീസുകാരോട് ചോദിക്കാറുന്നില്ലേ? എന്താ അവരോട് പോലീസുകാരോട് ചോദിക്കാതിരുന്നത്? അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങളെ. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി കിരൺ കുഞ്ഞിനെയും കൊണ്ട് അവിടെ വന്നിട്ടില്ല എന്ന്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കുഞ്ഞിനെ അവന് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതെനിക്ക് ക്ഷമിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് പറയുകയാണ് സരയു. അങ്ങനെ ഞങ്ങൾക്ക് അവനെ കൊണ്ട് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. അതും നിൻ്റെ മോളെ കാണിക്കണേ നീ കാണിക്ക്. അല്ലാതെ ഞങ്ങൾ എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ തലയിടാനായിട്ട് പോകുന്നത്? അതിൻ്റെ കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല എന്നൊക്കെ രൂപയും CS ഒക്കെ പറയുകയാണ്. അപ്പോഴേക്കും ശാരിയാണെങ്കിൽ ചെല്ല്, നീ കുഞ്ഞവിടെ ഉണ്ട്, നീ കുഞ്ഞിനെ പോയി കാണാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കാണാനായിട്ട് നമ്മുടെ സരയു കയറി പോവുകയാണ്. അപ്പോഴേക്കും ശാരി പറയുകയാണ്, അശു എൻ്റെ ദൈവമേ, ദേ സ്റ്റേഷനിൽ പോയ ആ സമയത്ത് കിരണ് കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന ആ കാഴ്ച മോള് കണ്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അപ്പോൾ CS ആണെങ്കിൽ കാണണമെങ്കിൽ കണ്ടിട്ട് എന്ത് സംഭവിക്കാനായിട്ട്? കാണുമ്പോൾ കാണും, അല്ലാതെ പേടിച്ച് ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനോഹറെ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. അവൻ്റെ സ്വഭാവം ശരിക്കും മാറി. അവനിപ്പോൾ പക്ക ഡീസൻ്റാ. അപ്പോൾ നമ്മുടെ രൂപ പറയാണ്, ഇപ്പം പേടിക്കേണ്ടത് നിന്റെ മോളെ തന്നെയാ. നിന്റെ മോളുടെ സ്വഭാവം മാറിയോ എന്ന് ഞങ്ങൾക്കിപ്പോൾ സംശയമാണ്. അതെന്താ രൂപ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവള് ഓരോരോ പ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടില്ലേ? മനോഹർ മാറിയിട്ട് പോലും അവനെ അംഗീകരിക്കാനായിട്ട് ഇവളെ കൊണ്ട് സാധിക്കില്ല. അതാണല്ലോ കൂടുതൽ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ശാരി ഒന്നും മിണ്ടുന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് ജയിലിലാണ്. അപ്പോൾ വിക്രമിൻ്റെ അടുത്തേക്ക് നമ്മുടെ മനോഹർ വന്നിരിക്കുക വീണ്ടും. അപ്പോൾ മനോഹറിനെ കണ്ടപ്പോഴേക്ക് വേറൊരു പുള്ളിക്കാരൻ വന്നിട്ട് പറയണം, എന്നാലും മനോഹർ നിന്നെ അഭിനന്ദിച്ചിരിക്കുന്നു. ഇവിടെ ദേ പൂച്ചെണ്ടും പൊന്നാടയൊക്കെ ഉണ്ടെങ്കിലും ഞാനും നിന്നെ അത് അണിയിച്ചാനായിരുന്നു. കാരണം ഗംഗാപ്രസാദിനെ പോലൊരുത്തനല്ലേ നീ കൊന്നിരിക്കുന്നത്. ചെന്നൈയും കേരളവും ഒരേപോലെ വിറപ്പിച്ച ഗംഗാപ്രസാദിനെയാണ് നീ കൊന്നിരിക്കുന്നത്. അപ്പം നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എൻ്റെ മനോഹറെ. ഇപ്പോൾ ഒരു പൊന്നാട ഉണ്ടെങ്കിലും നിന്നെ ഞാനത് അണിയിപ്പിച്ചാനായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട വിക്രമിന് അതങ്ങോട്ട്
അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. വിക്രമാണെങ്കിൽ പിന്നെ ഗംഗാപ്രസാദിനെ കൊന്നുപോലും, ഈവന് വല്ല അബദ്ധവശാലും കൊന്നതായിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോഹറാണെങ്കിൽ ചേട്ടാ അങ്ങനെ ഒരു കാര്യം എനിക്ക് സംഭവിച്ചു പോയി, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. പിന്നെ ഇവനും ഉണ്ടല്ലോ, ഇവനും പുറത്തിറങ്ങിയിട്ട് ഇതേപോലുള്ള പ്രവർത്തികളാണ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നതെങ്കിൽ ഇവനെ ഞാൻ തീർക്കും. നീ എന്താടാ എന്നെ പേടിപ്പിക്കുകയാണ്? നിനക്ക് എന്നെ ഒരു ചുരുക്കും ചെയ്യാനായിട്ട് പറ്റില്ലടാ. അതിനു മുമ്പ് തന്നെ നീ ഇവിടെ കിടന്ന് തീരുവടാ എന്നൊക്കെ മനോഹരൻ നോക്കി പറയാണ്. എടാ നിന്നെ കാല ചങ്കുറപ്പാണ് എനിക്ക്, അതുകൊണ്ട് നിന്നെ കൊല്ലാനും എനിക്ക് മടിയില്ല. എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ മകളെ സ്നേഹിക്കുന്നവരൊക്കെ നീ ഉപദ്രവിക്കാനാണ് നിന്റെ പരിപാടി എങ്കിലും മോനെ നീ പുറം ലോകം പിന്നെ കാണില്ല എന്ന രീതിയിൽ തന്നെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് പോലീസുകാരൻ വന്നിട്ട് പറയണം, ആഹാ തുടങ്ങിയല്ലോ, നീ വന്ന് കയറിയപ്പോൾ തന്നെ ഭീഷണി തുടങ്ങിയോടാ. എടാ മനോഹർ നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലേടാ അതൊക്കെ പറയാം. അപ്പോഴേക്കും വിക്രമാണെങ്കിൽ എടാ മനോഹറെ നീ ചിന്തിച്ചോ, നീ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും ഞാൻ പുറത്തിറങ്ങിയ കാണിക്കാനായിട്ട് പോകുന്നത്. അതിന് ഒരു മാറ്റവും സംഭവിക്കില്ലടാ മനോഹറെ, നീ പോടെ കിടന്ന് ഭീഷണിപ്പെടുത്താതെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ ഞങ്ങൾ പറഞ്ഞു വിടുക. അപ്പോൾ CSR ആണെങ്കിൽ എടാ മനോഹറെ ഇനി എങ്കിലും മര്യാദയ്ക്ക് നിൽക്കാൻ നോക്കടാ. എടാ നീ കാരണം എന്തെല്ലാം സംഭവങ്ങളുണ്ടായി, നിന്റെ സ്വഭാവം മാറി അതാണ് ഇതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ നീ ഇങ്ങനെ ഒരു പ്രവൃത്തിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാം. സാറേ എൻ്റെ സ്വഭാവം മാറിയെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് സാറേ. അതുകൊണ്ടാണല്ലോ ഗംഗാപ്രസാദിനെ ഞാൻ കൊന്നത്. എൻ്റെ മകളെ നോക്കുന്നത് അവരെല്ലാവരും കൂടി ചേർന്നിട്ടാ. അവരില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മകൾക്ക് ആരാണുള്ളത് സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കാം. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സരയു കല്യാണിയെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കല്യാണിയെ കണ്ടപ്പോൾ ആ തീരങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ എന്തൊക്കെയോ സംസാരിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ കല്യാണിയിൽ സരയു വന്നിരിക്കും സരയു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ക്ഷണിച്ച് ഇങ്ങനെ ഇരുത്തുകയാണ്. എന്തായി സരയു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കൂടുതലും നല്ല നിന്നെ കാണാൻ വേണ്ടി വന്നാണ് കല്യാണി. പിന്നെ മനോഹറിനെ കാണാൻ വേണ്ടിയേ ഞാൻ സ്റ്റേഷനിൽ പോയായിരുന്നു, അവനോട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴും കല്യാണി ആണെങ്കിൽ മനോഹർ ഒരു പാവമാണെന്നേ, അവൻ നിന്നോട് ഒരുപാട് തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നീ അവനെ ഒരുപാട് വെറുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം മനോഹറിൻ്റെ സ്വഭാവമൊക്കെ മാറി, ഗംഗാപ്രസാദിനെ കൊല്ലുകയും ചെയ്തു. അപ്പം തന്നെ മനസ്സിലാക്കാൻ പാടില്ല അവൻ നമ്മളോടൊന്നും ഒരു അരിശുമില്ല, അവൻ്റെ സ്വഭാവം മാറിയെന്നൊക്കെ. അതുകൊണ്ട് എനിക്കൊരു കാര്യം മാത്രമേ സരയൂ എന്നോട് പറയാനുള്ളൂ, നീ അവനോടുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ മാറ്റി വെക്കണം. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയു ആണെങ്കിൽ കല്യാണി നീ പറഞ്ഞ സത്യം തന്നെയാണ്, എനിക്കിപ്പോൾ മനോഹറിനോട് അത്ര വലിയ ദേഷ്യമൊന്നുമില്ല. ദേഷ്യമില്ലല്ലേ? പിന്നെ എനിക്ക് അവനോട് ഒരു ദേഷ്യമില്ല. എങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ, ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താക്കന്മാർ തന്നെയായിരുന്നു. നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് മനോഹർ. അപ്പോൾ മനോഹർ സ്നേഹിക്കുകയും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുകയും ഒക്കെ ചെയ്യണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് അങ്ങോട്ട് കയറുകയാണ്. എന്താ സരയു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല കല്യാണി, നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇനിയിപ്പോൾ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മാനസികാവസ്ഥയിലല്ല കല്യാണി ഞാൻ നിൽക്കുന്നത്. എനിക്കതിനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതൊക്കെ ഓക്കെ, നിൻ്റെ മനസ്സ് മാറുന്ന പോലെ തന്നെ മാറട്ടെ. പക്ഷേ ഞങ്ങളൊക്കെ ഒരു കാര്യം തീരുമാനിച്ചായിരുന്നു, നിന്നെ കാണാതെ കുഞ്ഞിനെ കൊണ്ട് മനോഹറിനെ കാണിക്കണമെന്ന്. മനോഹർ കാണട്ടേന്നേ, അവൻ്റെ കുഞ്ഞല്ലേ, അതുകൊണ്ട് അവന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആണല്ലേ കല്യാണി, നിങ്ങളെടുത്ത തീരുമാനങ്ങളെല്ലാം അടിപൊളി തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ കൂടെ നിൽക്കോളൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് ഞാൻ ഒരു തടസ്സമായിട്ട് നിൽക്കില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട കല്യാണി അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കല്യാണി നിൻ്റെ വേദന എങ്ങനെയുണ്ട്, മുറിവൊക്കെ കരഞ്ഞു തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും വേദനയൊന്നും ഇല്ലെന്നേ, പക്ഷെ എന്നെ പുറത്തേക്ക് പോകാൻ ഇവിടെ ആരും അനുവദിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒന്ന് അനുവാദം തന്നിരുന്നെങ്കിലേ ഞാൻ ഓഫീസിലെത്തിയാനായിരുന്നു. വേണ്ട, ഓഫീസിലേക്കൊന്നും കല്യാണി നീ ഇപ്പം വരണ്ട, നീ റെസ്റ്റ് എടുക്ക്, നിൻ്റെ മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങട്ടെ, അതുവരെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഞാനുണ്ടല്ലോ, വേണ്ട വിധത്തിലെ കാര്യങ്ങളെല്ലാം ഞാനവിടെ ചെയ്തോളാം എന്ന് സരയു ഒരു ആക്കിയ രീതിയിൽ കല്യാണിയോട് പറയാ. ശരി സരയു, ശരി കല്യാണി, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ ഇറങ്ങുമ്പോഴും സരയുവിൻ്റെ മുഖഭാവകന്ന് മാറുകയാണ്. പക്ഷേ സരയു പറയുന്ന കാര്യങ്ങൾ മുഴുവനും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കല്യാണി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു തന്നെ. നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.